ഹായ്. ഹലോ. അപ്പം ഞങ്ങൾ ഇന്ന് ഒരു ഫാം വിസിറ്റിന് പോവുകയാണ്. ഫാം വിസിറ്റ്, അതെ, ഒരു ഫ്രൂട്ട് പിക്ക് യുവർ ഓൺ ഫാമിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പിക്ക് ചെയ്ത് അങ്ങനെ ബാക്കി വിശേഷം എന്താണെന്നുള്ളത് അതെ ഫ്രഷ് ആയിട്ട് മേടിക്കാം. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് അതിൻ്റെ ബാക്കി വീഡിയോസും എന്താണ് വീഡിയോസൊക്കെ കാണാം. അതെ, എന്താ അത് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഫാമിലി. പക്ഷേ ഇപ്പോൾ സീസൺ വന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സേ ഉള്ളൂ. അത് ഏതാണെന്ന് നമുക്ക് അവിടെ പോകുമ്പോൾ കാണാം. ഏതാ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒന്നും ആയിട്ടില്ല, ഇപ്പോൾ സ്റ്റാർട്ടിങ് ടൈമാണ്. അപ്പോൾ എന്താണെന്നുള്ള ബാക്കി വിശേഷം അവിടെ പോയിട്ട് കാണാം. അതെ, നമ്മൾ സിറ്റി ഏരിയ വിട്ടു. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് പേസിങ്ടൺ ഫാം. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വേറെയാണ് കേട്ടോ. ഫ്രണ്ട് വ്യൂ കാണിച്ചാൽ കണ്ടോ, ഇവിടെ ഇങ്ങനെ പല കളറ് പൂക്കൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ പൂവിൻ്റെ കളറ് കണ്ടോ. കണ്ട പല കളറ് പൂവ്. നല്ല അതിൻ്റെ ഭംഗി കാണുന്നുണ്ടോ? പിന്നെ വീഡിയോ എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ബ്ലാക്ക് കളർ ഫ്ലവർ, പ്യൂർ ബ്ലാക്ക്, ഒന്നുമില്ല. പിന്നെ അതിൻ്റെ ഈ ഇത് കണ്ടോ, ടെക്സ്ചർ വന്നിട്ട് ഭയങ്കര ഒരു വെൽവെറ്റി, ഇതുപോലെ നമ്മുടെ വെൽവെറ്റിൻ്റെ തുണി പോലെ ഉണ്ട്. നല്ല രസമുണ്ട്. അവിടെ ഉണ്ട് കേട്ടോ കുറേ ബ്ലാക്ക് കളർ പൂവ്. നല്ല രസമുണ്ട്. ഞങ്ങൾക്ക് 3 മണിക്കായിരുന്നു അപ്പോയിൻമെന്റ്. 4:05 അതാണ് ഞങ്ങൾ. എവിടെ പോയാലും ഞങ്ങളുടെ അവസ്ഥ. പിന്നെ എന്റെ വയറ് കണ്ടതുകൊണ്ട് അവര് കേറ്റിയിട്ട്. അങ്ങനെ എവിടെ പോയാലും ഞങ്ങളുടെ അവസ്ഥ ഇതാണ്. 3G എന്ന് പറയാനില്ല. എവിടെ പോയാലും 3 മണിക്കൂർ, ഒരു ജസ്റ്റ് 1 hour ലേറ്റ്. 1 മണിക്കൂറടാ, 1 മണിക്കൂർ. 1 hour അല്ല, ഇനി ഇത് 3 ദിവസത്തെ ഇതാണ് ഇവന്റ്. അപ്പൊ ഇന്ന് ക്ലോസിംഗ് ഡേ ആണ്. ക്ലോസിംഗ് ഡേയിൽ ഇന്ന് ക്ലോസിംഗ് ഡേ. അപ്പൊ ലാസ്റ്റത്തെ സ്ലോട്ടും. ഇനി അവിടെ ചെല്ലുമ്പോ വല്ലതും പെറുക്കാനുണ്ടാവോ? സ്ട്രോബെറി ഉണ്ടാവുമെന്ന് അറിയില്ല. അമ്മ എങ്ങോട്ട് പോയി? അമ്മ അയ്യോ, ഇവിടെ നിന്നാണ് നമ്മൾ ലാസ്റ്റ് ഇയർ വന്നപ്പോൾ നമ്മള് പിക്ക് ചെയ്ത്. ശരി കേട്ടോ, ഞാൻ കാണിച്ചു. അപ്പൊ ഇവർ ഇവിടെ പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം അവിടെയാണ് കണ്ടോ, ഇവിടെയൊക്കെ ഒന്നുമില്ല, എല്ലാം കരിഞ്ഞു പോയി. സ്ട്രോബെറീസ് തന്നെയാണ് ഇവിടെ. ഞങ്ങൾ അമ്മേനെ കൊണ്ട് വന്നതാ. അടുത്ത് അമ്മ പറിച്ച് തിന്നുവാണ്. അമ്മ നൈസായിട്ട് പറിച്ച് തിന്നാണ് ഗൈസ്. വാടിയൊന്നും എടുക്കണ്ട കേട്ടാ, നല്ല നോക്കി എടുത്താൽ മതി. ഇവിടെ ഇത് കഴിക്കാൻ പാടില്ല നമുക്ക്. പക്ഷേ ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പറിച്ച് നമുക്കൊരു പാത്രം തന്നിട്ടുണ്ട്. ആ പാത്രത്തിലെല്ലാം പറിച്ചിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയി തൂക്കി നോക്കി അതിന് പൈസ കൊടുക്കണം. അങ്ങനെയാണ് സംഭവം. ഇവർ പറഞ്ഞേക്കണം അങ്ങനെയാണ്. ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ഈ തിന്നണയൊക്കെ മുമ്പ് അത് തൂക്കി പൈസ കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണ്. പക്ഷേ നമുക്കിത് കണ്ടിട്ട് എന്താ പറയുക, കണ്ട എന്തോ ചെയ്യാൻ നോക്കി. ഞാൻ വേറൊരാളോട് പറക്കണ കാണിച്ചു തരട്ടെ. പറിച്ചോ. നല്ല പഴുത്ത് കണ്ടിവിടെ. നല്ല മധുരം.
ഒരു ബക്കറ്റിന് 695 എന്നാണോ പറഞ്ഞത്? അതോ അവർ വേ ചെയ്തിട്ട് കിലോയ്ക്ക്. അല്ലെങ്കിൽ നമുക്കൊരു ബക്കറ്റ് നടക്കായിരുന്നു. അതൊരു ബക്കറ്റാണെന്ന് അറിയില്ല കേട്ടോ. പക്ഷെ അന്ന് നമ്മൾ പറിച്ചപ്പോൾ ഒരു ബക്കറ്റ് കഴിഞ്ഞിട്ട് പഴുത്തിട്ടേ അതിങ്ങനെ പറിക്കുമ്പോൾ തന്നെ ഇതായി വരിക. നല്ല മധുരടി. നമുക്ക് കുഞ്ഞു ഇരിക്കാൻ പറ്റുന്നില്ല. നല്ല തട്ടാണ് ഗൈസ്. കണ്ട ഇവിടെ നിന്ന് ഒന്ന് ഒരു ഇത്രയും സ്ട്രോബെറിയുടെ ഇതാട്ടോ. ഇത് 3 ദിവസം ഇവന്റിന് വേണ്ടി തുറന്നതാണ്. 3 ദിവസം ഇവന്റിന് വേണ്ടി. ഫസ്റ്റ് സീസൺ അങ്ങനെ ഒരു കുറേ ഇവന്റ്സ് വെക്കും. ഇനിയിപ്പോൾ ഒരു മേ ബി ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ അടുത്തത് വരും. അടുത്ത ഇവൻ്റായിട്ട് ഇതുപോലെ 3 ദിവസം വെക്കും. ഞങ്ങൾ 2 പെട്ടിമേ വന്നു. ഒരു പെട്ടി നിറച്ചു, ഒരു പെട്ടി ഞങ്ങളുടെ വയറും നിറച്ചു. ഇത് സ്ട്രോബെറി അല്ല കേട്ടോ, പക്ഷെ എന്നാലും ഞാൻ വയറും നിറച്ചു. ഇത് സ്ട്രോബെറി അല്ല, പക്ഷെ അതിനകത്ത് സ്ട്രോബെറി ഉണ്ട്. അതെ, ബേബി വിത്ത് സ്ട്രോബെറി. ബാഹുബലി ശിവലിംഗം ഒക്കെ നടക്കുകയാണ് ഗൈസ്. വാവ്, നല്ല ചൂടെടുത്ത് കരിഞ്ഞു പോവാണ്. 4:30 ആയി കാണണം അല്ലേ? ഓ, ഇവിടുത്തെ ഫാമാണ്. ഇതൊക്കെ ഇവിടുത്തെ ഓർഗാനിക് വെജിറ്റബിൾസ് ആണ് കേട്ടോ, ഈ ഫാമിൽ തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ ആ ഫാം പ്രൊഡക്ട്സ് വെച്ച് ഉണ്ടാക്കുന്ന ബാക്കി യോഗേർട്ട്, പിന്നെ മിൽക്ക്, അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ ഇതൊക്കെ വെജിറ്റബിൾസാണ്. ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രൂട്ട്സ് ഇപ്പോൾ സീസൺ അല്ലാത്ത ഫ്രൂട്ട്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി നമ്മളിവിടെ പിക്ക് ചെയ്യാൻ വന്നപ്പോൾ സ്ട്രോബെറി മാത്രമേ ഉള്ളൂ. ഇതുണ്ടോ ഇവിടുത്തെ ഫാമിലെ മിൽക്ക് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഫുഡ്സ് അല്ലാണ്ട് പഫ് ഐറ്റംസൊക്കെ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വെജിറ്റബിൾസ്, ഓർഗാനിക് വെജിറ്റബിൾസാണ്. നല്ല വിലയുണ്ട്. നമ്മുടെ യൂഷ്വലി മേടിക്കുന്നതിനേക്കാൾ റേറ്റ് കൂടുതലാണ്. ഇതൊക്കെ ചിക്കൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇതെല്ലാം ബീഫ്, പോർക്ക് അങ്ങനെയെല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത്. ഫ്രഷ് മീറ്റ്, മിൻസ്ഡ് മീറ്റ് അങ്ങനെയൊക്കെ. സമൂസ വേണോ? ഒരു സോൾഡ് സ്റ്റിക്കർ ഒട്ടിച്ചല്ലേ? അപ്പം ഇവർ പുറത്തുനിന്ന് ഇപ്പം അഥവാ നീ പേ ചെയ്യാണ്ട് പോയാൽ ഇവർ പുറത്ത് നോക്കുമ്പോൾ ഈ സോൾഡ് സ്റ്റിക്കറിലേക്ക് നിന്നെ പൊക്കും. അപ്പോൾ നീ കള്ളിയാവും. അപ്പം നിന്നെ കള്ളിയാക്കുക വഴി. ഇത് 1 kg ഉണ്ട്. 1 kg സംതിങ് ഉണ്ടോ? 1 kg സംതിങ് ഉണ്ട്. കാരണം 695 ആണ്. ഇനി നമ്മളിത് വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്ന? ജ്യൂസ് അടിക്കണം. നമുക്ക് ഐസ്ക്രീം മേടിക്കണം. നമുക്ക് ഐസ്ക്രീം കുടിക്കാൻ ജ്യൂസും ചെയ്യണം. ഓർഗാനിക് ഫ്രൂട്ട്സ് ഉണ്ട്. ഓക്കെ, ബൈ, സീ യു. അത് അടയ്ക്കല്ല, അത് പേയ്മെന്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ബോട്ടിൽ എടുക്കണായിരിക്കും. കീ ഇൻ പ്രൊഡക്റ്റ് നമ്പർ എവിടെയാ? പ്രൊഡക്റ്റ് സെലക്ട് പ്രൊഡക്റ്റ്. ഓക്കെ, സെലക്ട് പ്രൊഡക്റ്റ്. അല്ല, എന്താ ചെയ്യണ്ടേ? കീ ഞെക്കിയോ? 11 അത് 150 നമ്മളിപ്പോൾ പേ ചെയ്തു ബോട്ടിലിൻ്റെ. ഇപ്പതേ ബോട്ടിൽ വരും, കണ്ടോ? അതെ, കണ്ടോ ബോട്ടിൽ വന്നു. ഇല്ല, വരുമ്പോൾ നമ്മൾ പുഷ് ചെയ്യണം. അതിൻ്റെ ക്യാപ്പ് അതിലുണ്ട്, പുഷ് ചെയ്യും.
കിട്ടിയോ? യെസ്, ഈ ക്യാപ്പ് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ഇത് കൊടുക്കണം. ആ, മിൽക്ക് ഷേക്കിൻ്റെ പ്രൊഡക്റ്റ് നമ്പർ എത്രയാ? ഓക്കെ. ആ, മേക്ക് യുവർ ചോയ്സ്. ഏതൊക്കെ ഫ്ലേവേഴ്സാ? ചോക്ലേറ്റ്, ബനാന, സ്ട്രോബെറി, ബിസ്കഫ്. ഏതാ വേണ്ടേ? ചെയ്തോ? മനസ്സിലായി. ഏതാ അമ്മ എടുക്കുക? എന്നാ പിന്നെ ബനാന, ബിസ്കഫ്, സോൾട്ടഡ് കാരമൽ. പിന്നെ ഏതാ എടുക്കുക? വൈറ്റ് ചോക്ലേറ്റ്. വൈറ്റ് ചോക്ലേറ്റ് വേണോ ബ്ലാക്ക് ചോക്ലേറ്റ് വേണോ? ചോക്ലേറ്റ് എടുക്കാം. ഗോ ഫോർ ചോക്ലേറ്റ്. എത്രയാണ്? 1 ലാർജ്, മിൽക്ക് ലാർജ്. യെസ്. ഷേക്ക് ലാർജ് ആണോ? മിൽക്ക് ഷേക്ക് ദേ തേർഡ് വൺ. 180. Follow instructions on card reader. Present card. ഓക്കെ. ആ, കറക്റ്റ് അല്ലേ? ഇനി കാർഡ് പ്രസന്റ് ചെയ്യാം. നല്ല പ്യുവർ മിൽക്കിൽ വരുന്നതായിരിക്കും. ഓപ്പൺ ഡോർ ആൻഡ് പ്ലേസ് ബോട്ടിൽ. സെലക്ട് വിച്ച് ഐറ്റം യു റിക്വയർ. സെലക്ട് ദ സൈസ്. സ്കാൻ കാർഡ്. പ്രസ് ബ്ലൂ ബട്ടൺ. ആ, ബ്ലൂ ബട്ടൺ പ്രസ് ചെയ്തോ? ഓ മൈ, ബോട്ടിൽ നേരെ കുപ്പിയുടെ പോണേ. നീ തുറന്നപ്പോ റീസ്റ്റാർട്ട് ചെയ്യണ്ടോ? എന്താണ് സാധനം? ചോക്ലേറ്റ്. നല്ല പ്യുവർ ചോക്ലേറ്റ് ആയിരിക്കും. യെസ്. ഇത്ര നമ്മൾ കുടിക്കോ? എനിക്കിപ്പോൾ അതാണ്. നിറഞ്ഞു. ഈ കണ്ടോ, അതായത് പുറത്ത് പോയത് കണ്ടോ ബോട്ട്. പിന്നെ മഞ്ഞ് ആണോ? ഓക്കെ. ഇപ്പൊ ഞാൻ ആ വെള്ളം അടിച്ചില്ല കയറ്റിയേനെ. കുലിക്കണം. യെസ്. ആ, സ്ട്രോ എടുത്തോ. 3 സ്ട്രോ. 3 സ്ട്രോ. നമുക്ക് 3 പേർക്കുള്ള സ്ട്രോ എടുക്കും. അപ്പോൾ 3 പേർക്കും കുടിക്കാം. കുപ്പി ഞാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാം. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞു. നമ്മൾ തിരിച്ച് പോകുകയാണ്. കണ്ട നല്ലൊരു ഏരിയ ആണ്. ഫാം ഏരിയ ആണ്, അതുകൊണ്ട് നാച്ചുറൽ ബ്യൂട്ടി. ആദ്യമായി നമ്മൾ ഇത് കുടിക്കാൻ പോകണം. മിൽക്ക് ഷേക്ക് മേടിച്ചിട്ട് ചേട്ടനാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഫേഷ്യൽ എക്സ്പ്രഷൻ നോക്കാം. പൊളി സാധനം ആണോ? ഭാഗ്യം. ചേട്ടൻ നല്ലതാന്ന് പറയണെങ്കിൽ നല്ലതായിരിക്കും. നോക്കട്ടെ, ഞാൻ കുടിച്ചു നോക്കട്ടെ. മധുരം കുറവാ. ഇപ്പൊ നമ്മൾ പോവല്ലേ ചേട്ടാ? നമ്മൾ പോവാണ്. ബൈ ബൈ. ഇനി നെക്സ്റ്റ് ഇയർ.